തിരുവനന്തപുരത്തെ പ്രധാന ടൂറിസം കേന്ദ്രമാണ് വർക്കല ബീച്ച്. എന്നാൽ ബീച്ചിലെത്തുന്ന വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഒരു കൂട്ടം ദുരിത കാഴ്ചകളാണ്. ഇതൊന്ന് കാണുക. ബീച്ചിൽ നിന്നും വലതുഭാഗത്തേക്ക് പോകാനുള്ള പാലമാണ് ഈ കാണുന്നത്. ഇരുമ്പ് പാലമെന്ന് വിളിക്കാം, പക്ഷേ തുരുമ്പെടുത്ത് നശിച്ചെന്ന് മാത്രം. പാലത്തിൽ കയറുന്ന സഞ്ചാരി അപകടത്തിൽപ്പെടാതെ മറുകരയെത്തിയാൽ ഭാഗ്യം. മുമ്പ് മുള കൊണ്ട് ഒരു താൽക്കാലിക പാലമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് മുനിസിപ്പാലിറ്റി അത് മാറ്റി പരിഷ്കാരത്തിന്റെ ഭാഗമായി ഇരുമ്പ് പാലം സ്ഥാപിച്ചു. ഉപ്പുകാറ്റും ഉപ്പുവെള്ളവും ഇരുമ്പ് പാലത്തെ തുരുമ്പ് പാലമാക്കി മാറ്റി. ഈ വകയിൽ ഫണ്ട് കുറച്ച് വകമാറ്റി പലരും കൊണ്ടുപോവുകയും ചെയ്തു. ഇക്കാര്യങ്ങളൊക്കെ BJP കൗൺസിലർ അനിൽകുമാർ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. ഒരു 7 വർഷം മുമ്പാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിപ്പോൾ പൊളിഞ്ഞ് കഴിഞ്ഞ വാവ് സീസണിൽ അത് പൊളിഞ്ഞിരുന്നത് കൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ ചിലവിലൊരു 16,000 ചിലവാക്കി അതിന് കൈവരികൾ പൊട്ടിപ്പോയ കൈവരികളൊന്ന് വെളിപ്പെടുത്തിയെന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അത് അപകടാവസ്ഥയിലാണ് ഇതിരിക്കുന്നത്. ആ പാലം ഏത് നിമിഷവും തകർന്ന് വീഴാവുന്ന ഒരവസ്ഥയിലാണ് ആ പാലം ഉള്ളത്. ആ പാലം ഇപ്പോൾ പിന്നെ എന്തായാലും നമ്മുടെ സ്വദേശി ദർശൻ ടൂൾ ഉൾപ്പെടുത്തി വർക്കല പാവനാശത്ത് വരാൻ പോകുന്ന നിർമ്മാണ പ്രവൃത്തികളിൽ ഈ പാലം കൂടി ഉൾപ്പെടുത്തി അവരത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ട്. എന്ന് തീരും എൻ്റെ കഷ്ടമെന്ന ഇരുമ്പ് പാലം നിലവിളിക്കുന്നുണ്ടാകണം. ഒപ്പം ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയും. കൃത്യമായ ആസൂത്രണവും ഫണ്ട് വിനിയോഗവും ഇല്ലാത്തതാണ് വർക്കല ടൂറിസം മേഖല നേരിടുന്ന ഏറ്റവും വലിയ ശാപമെന്ന് വലിയ ഗവേഷണ ബുദ്ധിയൊന്നും കൂടാതെ ആർക്കും ബോധ്യപ്പെടുകയും ചെയ്യും. വിസ്മയ ന്യൂസ്, വർക്കല.